ഓട്ടത്തിൽ മിടുക്കനായ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു കഥ പറഞ്ഞു തുടങ്ങിയാലോ. അപ്പൊ ഈ കുട്ടി ഈ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. മുതിർന്നവരെ ഒക്കെ തോൽപ്പിച്ച് തലയെടുപ്പോട് കൂടി നിന്ന കുട്ടി ഇനി ആരെങ്കിലും തന്നോട് മത്സരിക്കാനുണ്ടോ എന്നുറക്കെ ചോദിച്ചു. അവിടെ ഉണ്ടായിരുന്ന പ്രായമായ ഒരാൾ അപ്പോൾ കൈപൊക്കി. കുട്ടിക്കൊപ്പം മത്സരിച്ചോടാൻ ഒരു അന്ധനെയും ഒരു വയോധികനെയും അയാൾ നിർദ്ദേശിച്ചു. അത് കണ്ട് എല്ലാവരും അതിശയിച്ചു. മത്സരം തുടങ്ങി. മറ്റു രണ്ടുപേരും ഓടിത്തുടങ്ങും മുൻപ് ഈ കുട്ടി ഫിനിഷ് ചെയ്തു. പക്ഷേ അത്രയും നേരം നിറഞ്ഞ കയ്യടിയോടെ കുട്ടിയെ പ്രോത്സാഹിപ്പിച്ച ആരും ആരവം മുഴക്കിയില്ല. അതിശയം തോന്നിയ കുട്ടി ആരും കൈയടിക്കാത്തതിനുള്ള കാരണം തിരക്കി. പ്രായമായ ആൾ പറഞ്ഞു, നീ അവർ രണ്ടുപേരുടെയും കൈ പിടിച്ചോടൂ. അവൻ അങ്ങനെ ചെയ്തു. അവർ ഒരുമിച്ച് ഓടിത്തീർത്തു. ആളുകൾ ഹർഷാരവം മുടക്കി. കുട്ടിക്ക് വീണ്ടും സംശയമായി, ഇവർ ആർക്കു വേണ്ടിയാണ് കൈയടിച്ചത്, ആരാണ് വിജയിച്ചത്? അപ്പോ ആ വൃദ്ധൻ പറഞ്ഞു, ഇത് വിജയിക്കുള്ള കയ്യടിയല്ല, നിനക്കുള്ള കയ്യടിയാണെന്ന്. കാരണം ജയിക്കാൻ മാത്രമല്ല, തോറ്റുകൊടുക്കാൻ കൂടി പഠിക്കേണ്ട ഒരു കാലമാണിതെന്ന്. ജയിക്കാൻ വേണ്ട പരിശ്രമത്തെക്കാൾ വലുതാണ് തോറ്റുകൊടുക്കാൻ വേണ്ട മനസ്സാന്നിധ്യവും തോൽവിയെ അംഗീകരിക്കാൻ വേണ്ട വൈകാരിക പക്വതയും. കാഴ്ചയില്ലായ്മ ഒരു പരിധിയെ അല്ലെന്ന് ലോകത്തെ പഠിപ്പിച്ച ഹെലൻ കെല്ലറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: നമ്മൾ കഴിയുന്നത്ര മികച്ചത് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലോ മറ്റൊരാളുടെ ജീവിതത്തിലോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നമുക്ക് ജീവിതത്തിൽ ഏറ്റവും മികച്ചത് ചെയ്യാം. വിജയി എന്നതിനപ്പുറം മികച്ച മനുഷ്യനാകാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, മത്സരക്ഷമതയുള്ളവരുടെ കൂടെ സ്വന്തം വിജയത്തിനും പ്രാപ്തിയില്ലാത്തവരെ കൂടെ അവരുടെ വിജയത്തിനായും പൊരുതും. അവിടെ നാം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. എല്ലാ മത്സരങ്ങളിലും വിജയിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ചില മത്സരങ്ങളിൽ മറ്റുള്ളവരെ ജയിക്കാൻ അനുവദിക്കുക എന്നത്. അപ്പോൾ ഓർക്കാം, ജയിക്കുന്നവരല്ല ജേതാക്കളെ സൃഷ്ടിക്കുന്നവരാണ് യഥാർത്ഥ ജേതാവെന്ന്. ഈ മനോഹരമായ ചിന്തയോടുകൂടി, ഈ മനോഹരമായ വാക്കുകളോടുകൂടി നമുക്ക് ഈ ദിവസം ആരംഭിച്ചാലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് മറന്ന് ചിരിച്ച് ഒരു പുതിയ ദിവസത്തെ നമുക്ക് മനോഹരമായിട്ട് വരവേൽക്കാം.